ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. ഇന്ന് നടന്ന കെമിസ്ട്രി പരീക്ഷയുടെ ആൻസർ കീ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഓൾറെഡി ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കൂടി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സാധാരണ ചോദിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ട് കുറച്ചൊന്ന് ലെവൽ കൂട്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. നമ്മൾ ഇന്നലെ രാത്രി നടന്ന ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഷുവറായിട്ടും ഇന്ന ടോപ്പിക്സ് ഒക്കെ പഠിക്കണമെന്ന്. ആ ടോപ്പിക്സ് നിന്നൊക്കെ ചോദ്യപേപ്പറിൽ ചോദ്യമുണ്ട്. പക്ഷേ ചോദ്യം ചെറിയൊരു രീതിയിൽ ലെവൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. മറ്റൊരു കാര്യം പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ടോപ്പിക്കിൽ നിന്ന്, അതായത് 1, 2 പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2022-23 ഏകദേശം കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും തന്നെ ഫസ്റ്റ് ടേം ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 8 മാർക്കിൻ്റെ ചോദ്യം എന്ത് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈം പിന്നെ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, എനിക്ക് കിട്ടിയ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ തന്നെ ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസും ചോദിച്ചു. അപ്പം ചില കുട്ടികളെങ്കിലും കൺഫ്യൂഷനായിട്ട് അവരുടെ പെർഫോമൻസ് മേ ബി വീക്ക് ആയിട്ടുണ്ടാവും. നോ വറീസ്, നമുക്ക് പബ്ലിക് എക്സാം വരുന്നുണ്ട്. അതിൻ്റെ റിവിഷനൊക്കെ സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. സോ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആൻസേഴ്സ് ഇതിലും പറയാം. ലിക്വിഫൈഡ് അമോണിയ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ലിക്വിഡ് അമോണിയ. എന്താണ്? ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ, ലിക്വിഡ് NH3, ലിക്വിഡ് അമോണിയ. റെഡി? അതായത് ലിക്വർ അമോണിയ നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വ സൊല്യൂഷനെയാണ് ലിക്വർ അമോണിയ എന്ന് വിളിക്കുന്നത്. ലിക്വിഫൈഡ് അമോണിയനെ എന്താ വിളിക്കുന്നത്? ലിക്വിഡ് അമോണിയ. ദെൻ നെക്സ്റ്റ്, ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലി. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് C2H2 ആണ്. C2H2, അതായത് കാർബണിൻ്റെ -2 C2H2. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത്. ഫസ്റ്റ് ടൈം പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ലാന്തനോയിഡ് ആക്റ്റിനോയിഡ് പിന്നെ 5th and 6th പീരീഡിലാണ്, 6th and 7th പീരീഡിലാണെന്ന് പറയുന്നതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് 4F ആണ്. ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത് 4F എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. ആക്റ്റിനോയിഡിലാകുന്ന സമയത്ത് 5F ആയിട്ട് മാറും. സോ ലാന്തനോയിഡ് കറക്റ്റ് ആൻസർ 4F. ദെൻ നെക്സ്റ്റ്, വിച്ച് മിനറൽ ഓഫ് അയൺ ഈസ് നോൺ ആസ് ഫൂൾസ് ഗോൾഡ്. വിഡ്ഢികളുടെ സ്വർണ്ണം. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. വിഡ്ഢികളുടെ സ്വർണ്ണം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അയൺ പൈറൈറ്റീസ് ആണ്. അയൺ പൈറൈറ്റീസ് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലരൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അയൺ പൈറൈറ്റീസ്. ദെൻ വിച്ച് ഈസ് ദ മെറ്റൽ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഡ്യൂറിങ് ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് ആൻ അയൺ ബാങ്കിൾ വിത്ത് ഗോൾഡ്. ഗോൾഡ് പൂശുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെയും പൂശിയിട്ടുണ്ടായിരുന്നത്. ആൻസർ ഏതാണ്? പോസിറ്റീവ് ടെർമിനലിൽ ഗോൾഡ് ആണ് കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് ടെർമിനലിൽ കോപ്പർ ആണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിയിട്ട് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ കൂട്ടിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ആവറേജ് പഠിച്ച കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. സിമ്പിളായിട്ട് 1.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാവുന്ന പരീക്ഷയെ ചോദ്യങ്ങളെ ഉണ്ടായിട്ടിരുന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടേമിലെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ദർ ആർ 2 ഇലക്ട്രോൺസ് ഇൻ ദ 3D സബ്ഷെൽ ഓഫ് ആൻ എലമെൻറ്റ് X. കംപ്ലീറ്റ് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. 3Dയിൽ 2 ആണ്. അപ്പോൾ എന്താ കോൺഫിഗറേഷൻ വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 3d2, 4s2. 3d2, 4s2. 3D ആവുന്ന സമയത്ത് ശ്രദ്ധിക്കണം, തൊട്ടപ്പുറത്ത് 4s ഉണ്ടാവും. ബി ഗ്രൂപ്പ് നമ്പർ ആണ്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഇത് രണ്ടും ആഡ് ചെയ്യാതെ മതി. അപ്പോൾ എത്രയാണ്? 4. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 4. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് വളരെ സിമ്പിളായിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5. മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5. IUPAC നെയിമാണ്. ഇത് മിഡിലാണ് വരുന്നത്. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും 3 നമ്പർ വരിക. സോ 3 മീഥൈൽ പെൻറ്റൈൻ. 3 മീഥൈൽ പെൻറ്റൈൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഈസി ക്വസ്റ്റ്യൻ ആണ്.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഷുവറായിട്ടും ചോദിക്കുന്നു പറഞ്ഞതാണ്, ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ അയോൺസ് പ്രസൻറ്റ് ഇൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്? ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ ഏതൊക്കെയാണ്? Na+Cl-. ദെൻ മറ്റൊരു ക്വസ്റ്റ്യന്, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. കാഥോഡിൽ ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചത്. Na++1 ഇലക്ട്രോൺ ഗീവ്സ് Na. ആനോട് ചോദിച്ചിട്ടില്ല, കാഥോഡ് മാത്രം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്, പിന്നെ ഫസ്റ്റ് ടൈം ടോപ്പിക് എന്നാണ് ഈ ചോദ്യം വന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. A zinc rod is immersed in copper sulfate solution and kept for some time. What change do you observe on the surface of zinc rod? സിങ്ക് റോഡിൻ്റെ മുകളിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം സൊല്യൂഷനിലുള്ള Cu2+ അയോണുകൾ എന്തായിരുന്നു? Cu ആറ്റമായിട്ട് സിങ്ക് റോഡിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നു. Cu2+ അയോൺ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ സിങ്ക് റോഡ് ആസ് കോപ്പർ ആറ്റം, Cu ആറ്റം എന്ന് കൃത്യമായിട്ട് എഴുതണം, 1 മാർക്ക് കിട്ടും. ഓക്കെ, അതായത് സിങ്ക് തണ്ടിൻ്റെ മുകളിൽ കോപ്പർ പറ്റിപ്പിടിക്കുന്നു, കോപ്പർ ആറ്റമായിട്ട് Cu2+ കോപ്പർ ആറ്റമായി പറ്റിപ്പിടിക്കുന്നു. ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് CuSO4 ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്തെന്നാണ് ചോദിച്ചത്. CuSO4 ലായനിക്ക് നീല നിറം കൊടുക്കുന്നത് Cu2+ അയോണുകളാണ്. Cu2+ അയോണുകൾ Cu കോപ്പർ ആറ്റമായി മാറുന്നത് കൊണ്ട് നീല നിറം മങ്ങുന്നു. Cu2+ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദിസ് സൊല്യൂഷൻ. Cu2+ എന്തായിട്ട് മാറുന്നു? Cu ആയി മാറുന്നതുകൊണ്ട് നിറം എന്ത് ചെയ്യുന്നു? മങ്ങുന്നു. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ജസ്റ്റ് 1 മാർക്കിനുള്ള സാധനം എഴുതിയാൽ മതി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ മെത്തേഡ് ടു പ്രിപ്പയർ ഹൈഡ്രജൻ ക്ലോറൈഡ് യൂസിങ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 5ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ഡയലോഗ് എഴുതിയാൽ മതി. പിന്നെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുണ്ടാക്കാൻ സൾഫ്യൂരിക് ആസിഡ് ഓൺ റിയാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് ക്ലോറൈഡ്സ് ഇറ്റ് ഗീവ്സ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ക്ലോറൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HCl കിട്ടും. അടുത്തത് അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്, അതും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഇത് അവിടെ കാണിച്ചു തരാം. NaCl എന്ന് പറയുന്നത് ഒരു ക്ലോറൈഡാണ്. അത് H2SO4 പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് NaHSO4 + HCl. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷനാണ്, ഡയറക്റ്റ് ഇക്വേഷനാണ് NaHSO4 + HCl. റെഡി? ലെവൽ കൂടുതൽ സാധാരണ കേസിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാത്തൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ അത് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇരുമ്പിൻ്റെ നിർമ്മാണം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യനും ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് മറ്റൊരു കാര്യം. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും എക്സാക്ട്ലി സെയിം ആണ്. ചോദിച്ചതാണ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണ വേളയിൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? ഒന്ന് ഹെമറ്റൈറ്റ് ആണ്, പിന്നെന്താണ്? കോക്ക് ഉണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്. കോക്ക്, ലൈംസ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, കോക്ക്, ഹെമറ്റൈറ്റ്. അടുത്ത ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? ഇന്നലെ ലൈവിൽ നമ്മൾ വിളിച്ചും പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്, CO. ദെൻ അടുത്ത് സ്ലാഗ് രൂപീകരണ സമവാക്യം CaO + SiO2 ഗീവ്സ് CaSiO3. സാധാരണ കേസിൽ ഇരുമ്പിൻ്റെ നിർമ്മാണമൊക്കെ ഇക്വേഷൻ തന്നിട്ടാണ് ചോദിക്കാറുള്ളത്. ലെവൽ കൂട്ടി ഇക്വേഷൻ തരാതെ ചോദിച്ചു. അതേപോലെ ഗാൽവനിക്സിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിലും എന്ത് തന്നിട്ടില്ല, ഡയഗ്രാം തരാതെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ആൻസേഴ്സ് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. 3 മാർക്കിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ? വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ഊർജ്ജമാറ്റം എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറുന്നു? കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. റൈറ്റ് എനി 2 പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൻ്റെ ഉപയോഗങ്ങൾ 4 നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽ, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, റിഫൈനിങ് ഓഫ് മെറ്റൽ. അതിലേതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, ലോഹ ശുദ്ധീകരണം, സംയുക്തങ്ങളുടെ നിർമ്മാണം. 4 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഈസി ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോമലോഗ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സംയുക്തങ്ങൾ ഏത് ഹൈഡ്രോ കാർബൺ കുടുംബത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. C2H4, C3H6, C4H8. കാർബണിൻ്റെ നേരെ ഡബിളാണ്, അത് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ അതേതാണ്? ആൽക്കീൻ. ഈ സംയുക്തങ്ങളെ ഒരു ഹോമലോഗ സീരീസിലെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നതിന് 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. 4 കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ജനറൽ ഫോർമുല, ഒരു പൊതുവാക്യം കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയും. അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണുള്ളത്. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH2 ഗ്രൂപ്പ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഷോസ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. ഇറ്റ് ഷോസ് റെഗുലർ ഗ്രഡേഷൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്,
ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു? 4 എണ്ണം ഉണ്ട്, ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ രാത്രി ഡിസ്കസ് ചെയ്തതാണ്. വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോംഡ്? അതായത് ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ. ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ആണ്. ഞാൻ ഇന്നലെ ഡയഗ്രാം ഇട്ട് കാണിച്ചതെന്നാണ്, കാർബൺ ആണ് ബ്ലാക്ക് സബ്സ്റ്റൻസ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എക്സിബിറ്റഡ്? ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകാരി. ഞാൻ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതുന്നുള്ളൂ, ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകാരി. വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് സാൾട്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ്? അതൊക്കെ ഒരു എന്താ പറയുക, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ സാൾട്ടിൻ്റെ പേരെന്താണ്? സൾഫേറ്റ് തന്നെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പേര്, സൾഫേറ്റ്. ആ പാർട്ടും തന്നെയാണ് ചോദിച്ചത്, സൾഫേറ്റ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 mole ഓഫ് എനി ഗ്യാസ് അറ്റ് STP? STPയിലെ ഏത് ഗ്യാസിൻ്റെയും നമുക്കറിയാം 22.4 ലിറ്റർ. എല്ലാവർക്കും അറിയാൻ മതി. ഫസ്റ്റ് ടൈം പാർട്ടിൽ നിന്നാണ് ചോദിച്ചത്. ഇത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടൈം ചോദിച്ചത്. ഫൈൻഡ് ദ വോളിയം ഓഫ് 64 gram ഓഫ് ഓക്സിജൻ ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് ഒന്നും അവിടെ തന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാൻ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, അതായത് 64 ഡിവൈഡഡ് ബൈ 32 എന്ന് പറയുന്നത് എത്ര മോളാണ്? 2 മോളാണ്. അപ്പോൾ എത്രയാണ് വോളിയം? 2 × 22.4 ലിറ്റർ എന്ന് വെച്ചാൽ 44.8 ലിറ്റർ. 44.8 ലിറ്റർ. റെഡി? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 64/32. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈസി ആയിട്ട് സിമ്പിൾ ഒറ്റവാക്കിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള്. വിച്ച് ഈസ് ദ ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ്. നമ്മൾ ഇന്നലെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 80% സാധ്യത ഉണ്ട് ചോദിക്കാൻ എന്ന് പറഞ്ഞതാണ്, ചോദിച്ചു. ബോക്സൈറ്റ്. അടുത്ത്, വിച്ച് ഈസ് ദ സൊല്യൂഷൻ യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് അലൂമിനിയം ഓർ? അലൂമിനിയം അയിരായിട്ടുള്ള ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഹോട്ട് NaOH സൊല്യൂഷൻ. കോൺസെൻട്രേറ്റഡ് ഹോട്ട് NaOH സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഫ്ലോ ചാർട്ട് ഉണ്ട്. ചൂടുള്ള NaOH ലായനി, ഗാഢതയുള്ള ചൂടുള്ള NaOH ലായനി. വൈ ഈസ് ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലുമിന ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? ക്രയോലൈറ്റ് എന്തിനാണ് ചേർക്കുന്നത്? ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ദ്രവണാങ്കം താഴ്ത്തി വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാൻ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞെന്താണ്, ലാസ്റ്റ് പേജിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ, ആ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ അടിഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ഓഫ് അലൂമിനിയം അയോൺ. Al3+. കാഥോഡിക് ഇക്വേഷൻ ആണ് ചോദിച്ചത്. Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. റെഡി? 4 മാർക്കിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Le Chatelier പ്രിൻസിപ്പിളും ഇക്വിലിബ്രിയം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവയിൽ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏത്? ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇന്നലെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തത്, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് H2+I2 റിവേഴ്സിബിൾ ടു HI. അപ്പോൾ ഇവിടെ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ 2 ആണ്. കാരണം എല്ലാം വാതകാവസ്ഥയിലാണ്, പക്ഷേ തന്മാത്രകളുടെ എണ്ണത്തിൽ യാതൊരു വിധ വ്യത്യാസവുമില്ല. അതാണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് സ്വാധീനമില്ലാത്തതെന്ന്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്. There is no change in the number of moles of reactant and product molecules. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 88 എൻ്റെ ഓർമ്മ, കൃത്യമായി ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. സെയിം ഇക്വേഷൻ ഉണ്ട്. സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രാസപ്രവർത്തനം ഒന്നിൽ താഴെ പറയുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദിച്ചത്. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചറാണ്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും, അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? അവിടെ ഷോർട്ടായിട്ടാണ് എഴുതുന്നത് കേട്ടോ മക്കളെ. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയുന്നു. എന്നാൽ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് നൈട്രജൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്, ഫോർവേഡ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയുന്നു, രണ്ടാമത്തേൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടുന്നു. കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 4 മാർക്ക്. ദെൻ 4 മാർക്കിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാൽവനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെല്ല് തരാതെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്നിരുന്നാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ്. വിച്ച് ഈസ് ദ ആനോഡ് ഇൻ ദിസ് ഗാൽവനിക് സെൽ? ആനോഡ് ഏതാണ്? സിങ്ക് ആണ്. റിയാക്ടിവിറ്റി ഇവിടെ തന്നിട്ടില്ല, അതും ഒരു മിസ്റ്റേക്കാണ്. സിങ്കിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി എന്നുള്ള കാര്യം തന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ ഇവിടെ ആർക്കാണ്? സിങ്കിനാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Zn gives Zn2++ 2 ഇലക്ട്രോൺ. Zn gives Zn2++ 2 ഇലക്ട്രോൺ.
റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് അങ്ങോട്ടാണെന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആനോഡ് ടു കാഥോഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ Zn ടു Cu. അതാണ് മോസ്റ്റ് കറക്റ്റ് ആൻസർ, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്. വിച്ച് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ഗാൽവനിക് സെൽ ടു അഷ്യൂർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി? സ്ഥിരമായ ഇലക്ട്രോൺ പ്രവാഹം സാധ്യമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏതാണ്? സാൾട്ട് ബ്രിഡ്ജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയഗ്രം ഇല്ലാത്തതുകൊണ്ട് ചിലവരൊക്കെ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ടാവും. സാൾട്ട് ബ്രിഡ്ജ് മാത്രമല്ല, ഇന്നലെ നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഫിസിക്സ് ബയോളജിയൊക്കെ കുറച്ച് ലെവൽ കൂട്ടിയിട്ടുണ്ട്. ആ ഒരു ലെവൽ നിങ്ങൾ കെമിസ്ട്രിയിലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കി തീർത്ത പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം. സിങ്കിൻ്റെ അയിര് തന്നിട്ടുണ്ട് ZnCO3, അതിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ഏതാണിത്? കലാമിനാണ്. ഇതിൻ്റെ പേരെന്താണ്? കലാമിൻ. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ZnCO3 കലാമിൻ. ദെൻ അടുത്ത ZnCO3നെ ZnO ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് എഴുതുക. കാൽസിനേഷൻ ആണ് ആൻസർ. എന്താണ്? കാൽസിനേഷൻ. നമ്മൾ ഇന്നലെ ലൈവിൽ പറഞ്ഞിരുന്നു ക ഓർമ്മ ഉണ്ടാവും. റോസ്റ്റിംഗ് പറഞ്ഞു, റോസ്റ്റിംഗ് ആയിരുന്നു ഇന്നലെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Cu2sനെ Cu2 ആക്കാൻ. ഇവിടെ ചോദിച്ചത് ZnCO3നെ ZnO ആക്കി മാറ്റാണ്. ഏതാണ്? കാൽസിനേഷൻ. ക എന്ന് ഇന്നലെ നമ്മൾ ലൈവിൽ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. Zn ലോഹം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയ, ശുദ്ധീകരിക്കുന്നതിന് റിഫൈനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകത ഏതാണ്? ഡിസ്റ്റിലേഷൻ. ഏതാണ്? ഡിസ്റ്റിലേഷൻ അഥവാ മലയാളത്തിൽ സ്വേദനം എന്ന് പറയും. ഡിസ്റ്റിലേഷൻ, സ്വേദനം. വിച്ച് പ്രോപ്പർട്ടി ഓഫ് സിങ്ക് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് പ്രോസസ്? റിഫൈനിങ് പ്രോസസ്സിൽ ലോ ബോയിലിംഗ് പോയിന്റ്, കുറഞ്ഞ തിളനില, ലോ ബോയിലിംഗ് പോയിന്റ്. ഇക്വേഷൻ ഡിസ്റ്റിലേഷൻ പഠിക്കുന്നുണ്ട്, അതിൽ ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് ആൻസർ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറഞ്ഞതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. NH4Cl CaOH twice, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ ഒരു നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ അമോണിയ വാതകത്തിന് മുകളിൽ കാണിക്കുന്നു, നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. ചുവന്ന ലിറ്റ്മസ് എന്ത് കളറിലേക്ക് മാറും? ഇറ്റ് ടേൺസ് ടു ബ്ലൂ. ചുവന്ന ലിറ്റ്മസ് ബ്ലൂ കളറാവും. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്? ബേസിക് ഗുണം, ആൽക്കലൈൻ ഗുണം എന്നൊക്കെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു. ദെൻ അടുത്ത ലബോറട്ടറിയിൽ അമോണിയ തയ്യാറാക്കുമ്പോൾ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഡ്രൈയിങ് ഏജന്റ് ആണ് ചോദിച്ചത്. ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് കാൽസ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം, നീറ്റ് കക്ക എന്നൊക്കെ പറഞ്ഞു. കാൽസ്യം ഓക്സൈഡ്. അമോണിയ HCl പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതെന്നാണ് ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ ചിലവർക്ക് ഇങ്ങനെ ഡൗട്ട് ആയിട്ടുണ്ടാവും, എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നതെന്നുള്ളത്. NH3+HCl ആണ് ചോദിച്ചത്. എന്താണ് പ്രൊഡക്റ്റ്? NH4Cl, അമോണിയം ക്ലോറൈഡ്. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കേസിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 4 മാർക്കിൻ്റെതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിനെ പറ്റിയിട്ടും അതേപോലെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് സ്കോറൊക്കെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ ആൻസർക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പബ്ലിക് എക്സാമിൻ്റെ ലൈവ് ക്ലാസ്സസും മറ്റൊക്കെ ടാർഗറ്റ് ലേണിംഗ് ആപ്പിൻ്റെ ചാനൽ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.